ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്നൊരു ഒരു കുഞ്ഞി കവിത പറഞ്ഞിട്ട് ടീച്ചർ ക്ലാസ് തുടങ്ങാം. അധികം സമയം എടുക്കണില്ല, ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അല്ലെങ്കിൽ പഠിക്കാനുള്ള നിങ്ങളുടെ സമയം നഷ്ടമാകും. ചെറിയൊരു കവിത. ആരുടെ കവിതയാണെന്നറിയോ? നമ്മുടെ മലയാളത്തിലെ ഒരു കവിയുടെ കവിതയാണ് ടീച്ചർ പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്ന, എളുപ്പം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞി കവിത. ആരാന്നറിയോ ഈ കവിത എഴുതിയത്? കുഞ്ഞുണ്ണി മാഷ് എന്ന് കേട്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷ് കുഞ്ഞി കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ആ ഒരു കുഞ്ഞി കവിതയിലെ കുറച്ചധികം കുഞ്ഞി കവിതകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കുഞ്ഞി കവിത ടീച്ചർ ഇവിടെ പറയാം, അല്ലെങ്കിൽ അത് ചൊല്ലാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. സ്വയം നന്നാവുക. എന്താണ്? വലിയ ഈ ലോകം നന്നാവാൻ വേണ്ടി ചെറിയ ഒരു സൂത്രം ചെവിയിലോതാം. എന്താണ് ആ സൂത്രം? അവസാനം ടീച്ചർ എന്താ പറഞ്ഞേ? എന്താണ്? സ്വയം നന്നാവുക. എന്താ ചെയ്യണ്ടേ? സ്വയം നമ്മൾ നന്നാവണം, അല്ലേ? അയ്യോ ടീച്ചറെ, അവൻ ശരിയല്ല, അവള് ശരിയല്ല, അവൻ തെറ്റ് ചെയ്തു, അവള് തെറ്റ് ചെയ്തു, ഇങ്ങനെ പറയുന്നതിനേക്കാളും ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പം ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരുത്തണം. ഞാൻ നല്ല കുട്ടിയാവണം, അല്ലേ? ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യണം, ഞാൻ നല്ല കാര്യങ്ങൾ പറയണം, ഞാൻ നന്നായി പഠിക്കണം. അപ്പം എന്താവും? അങ്ങനെ എല്ലാവരും അങ്ങനെ വിചാരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നന്നാവും, അല്ലേ? അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല എന്ന് പറയുന്നതിനേക്കാളും ഞാൻ ശരിയാണോ, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നൊന്ന് ആലോചിക്കണം. ഞാൻ ശരിയാണോ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചിന്തിക്കണം. അതാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. വലിയ ഈ ലോകം വലുതല്ലേ ലോകം, അല്ലേ? അപ്പൊ വലിയ ലോകം നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു സൂത്രമാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. നമ്മുടെ ചെവിയിൽ പറഞ്ഞു തരുവാണ് കുഞ്ഞുണ്ണി മാഷ്. എന്താണ്? വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ. എന്താണത്? സ്വയം നന്നാവുക. നമുക്കെല്ലാവർക്കും സ്വയം നന്നാവാം. നമ്മുടെ തെറ്റുകൾ നമുക്ക് കണ്ടെത്താം, അത് കറക്റ്റ് ചെയ്യാം. നമ്മുടെ മിസ്റ്റേക്കുകളെ നമ്മൾ നോക്കുക, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഒപ്പം എന്ത് ചെയ്യാം? പുതിയൊരു അക്ഷരത്തിലേക്ക് നമുക്ക് പോകാം, പുതിയ അക്ഷരം പഠിക്കാം. സമയം ഒരുപാട് കളയുന്നില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വേഗം കടക്കാം. അപ്പോൾ ചിന്തിക്കുക, എന്ത് ചെയ്യുമ്പോഴും മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മുൻപ്, മറ്റൊരാളുടെ തെറ്റ് കണ്ടെത്തുന്നതിന് മുൻപ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. എന്നിട്ട് വേണം മറ്റൊരാളുടെ കുറ്റം പറയാനായിട്ട്. ഓക്കെ, നമ്മൾ ആരുടെയും കുറ്റം പറയണ്ട, ആരുടെ തെറ്റും പറയണ്ട. നമ്മൾ എന്താ ചെയ്യണ്ടേ? സ്വയം നന്നായാൽ മതി, കുഞ്ഞുണ്ണി മാഷ് പറയുന്ന പോലെ. ഓക്കെ, നമുക്ക് അക്ഷരത്തിലേക്ക് പോകാം. നമ്മളപ്പോൾ എവിടെ വരെ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ? ഓ വരെ നമ്മൾ പഠിച്ചു. ഇനി വളരെ 3 അക്ഷരമുള്ളത് പഠിക്കാൻ. 3 അക്ഷരം നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി ഈ ഒരു അക്ഷരം മാത്രമേ ടീച്ചർ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ പതിയണം. അതുകൊണ്ടാണ് ഒരക്ഷരം. അതിൻ്റെ ചിഹ്നം ചേർത്ത് വരുമ്പോൾ, ചിഹ്നം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പഠിച്ചപ്പോഴും ഊ പഠിച്ചപ്പോഴും നമ്മൾ ആ ചിഹ്നം പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, ഒരക്ഷരം പഠിപ്പിക്കണുള്ളൂ കേട്ടാ. ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ആ ഇ ഉ ഋ എ ഐ ഓ വരെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഔ. എന്താണ്? ഔ എന്ന് പറഞ്ഞേ. ഔ. ശ്രദ്ധിക്കാം കേട്ടാ. എങ്ങനെ എഴുതുന്നത്? ടീച്ചർ ആദ്യം എഴുതാം അവിടെ. കണ്ട, ഇതാണ് ഔ. എന്താണിത്? ഈ അക്ഷരം ഏതാണ്? ഔ. ഓക്കെ,
നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഓ എഴുതാൻ പഠിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ? ഓ പഠിച്ചില്ലേ? ഓ എന്ന അക്ഷരം പഠിച്ചില്ലേ? ഓ പഠിച്ചു, ഓ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളിവിടെ എഴുതുന്നത്. നോക്കുക, ഇങ്ങനെ എഴുതുക. ഓ എന്താണിത്? ഏതക്ഷരമാണ്? ഓ. കിട്ടിയില്ലേ? ഓ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതി പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ ഊ ഒക്കെ എഴുതിയപ്പോൾ കണ്ട ഈ ചിഹ്നം നമ്മൾ ഉപയോഗിച്ചതാണ് അല്ലേ? ഈ എന്ന് പറയാനും നോക്കിക്കോ, കണ്ടോ? ഊ എന്ന് പറയാനും പിന്നെന്താണ്? ഈ എന്ന് പറയാനും ഈ എന്ന് പറയാനും ഒരു മിനിറ്റ്. ഈ എന്ന് പറയാനും നമ്മൾ ഈ ചിഹ്നമാണ് ഉപയോഗിച്ചത്. അതേ ചിഹ്നം തന്നെയാണ് നമ്മൾ ഇവിടെയും എഴുതേണ്ടത്. ശ്രദ്ധിക്കാട്ടോ. ഇങ്ങനെ എഴുതുക, ഇങ്ങനെ ഒരു ഭംഗി എഴുതുക. കണ്ട, നമ്മൾ ഞാൻ എഴുതാൻ പഠിച്ചില്ലേ? ഞാൻ എഴുതിയിട്ട് ഒരു വാലിടുക. ഇതെന്താണ്? ഇത് ഏത് ചിഹ്നമാണ്? ഔ. ഇതേതാണ്? ഔ. കണ്ടോ? അപ്പൊ നമ്മള് ഓ പഠിച്ചു, ഓ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഔ എന്ന അക്ഷരമാണ്. ഓക്കെ, അപ്പൊ ഔ നമ്മൾ പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ടീച്ചർ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ടീച്ചർ എഴുതുന്ന ഓരോ അക്ഷരവും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ എഴുതാനാണ് നമ്മൾ പഠിക്കുന്നത്. കൂടെ ശബ്ദവും നമ്മൾ എങ്ങനെ അത് ടീച്ചർ അത് എങ്ങനെ പറയുന്നു എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാലാണ് വാക്കുകളും വാക്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കത് കൃത്യമായ രീതിയിൽ ശരിയായ രീതിയിൽ അത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തിരിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ കേട്ടിരുന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങൾ അറിയാൻ വേണം. ഓക്കെ, അപ്പം ടീച്ചർ ഒന്നും കൂടെ എഴുതാം. ഓ നമ്മൾ എഴുതുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ ചിഹ്നം നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇതെന്താണ്? ഔ എന്ന് പറഞ്ഞേ. ഔ എന്ന് പറഞ്ഞേ. ഔ. ഔഷധം. ഔഷധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നെന്നാണ് കേട്ടോ. ഔഷധം എന്ന് പറഞ്ഞാൽ മരുന്നാണ്. അപ്പൊ ഔഷധം എന്ന വാക്ക് തുടങ്ങുന്നത് ഈ അക്ഷരത്തിൽ നിന്നാണ്. എന്താണ് ടീച്ചറെ ഔഷധം? എങ്ങനെയാണ് അത് എഴുതുന്നത്? ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ നമ്മൾ അക്ഷരം മാത്രം പഠിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞ വാക്കിനെ പറ്റി ആരും ഇപ്പൊ ചിന്തിക്കണ്ട. ടീച്ചർ അതൊന്ന് എക്സാമ്പിൾ പോലെ പറഞ്ഞു എന്ന് മാത്രം. അക്ഷരം പഠിക്കാം നമുക്കിപ്പോൾ. ഒന്നും കൂടെ ശ്രദ്ധിക്കാട്ടാ. ഓ എഴുതുക, ശേഷം ഇങ്ങനെ ചിഹ്നം എഴുതുക. ഇതെന്താണ്? ഔ. ഔ എന്താണ് ചിഹ്നം? ഔ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓ പഠിച്ചു, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഓ പഠിച്ചു. ഇപ്പം നമ്മൾ എന്ത് പഠിക്കുന്നു? ഔ. ഓക്കെ, കിട്ടിയില്ലേ? ഒരു തവണ ഒരു ടീച്ചർ എഴുതാം. കണ്ടോ? ഓ എഴുതുക. ഔ. കണ്ടോ? ഇതെന്താണ്? ഔ. പഠിച്ചില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഔ എന്ന് പറഞ്ഞ അക്ഷരം പഠിച്ചു. അതുകൊണ്ടൊരു കാര്യം കൂടെ പഠിച്ചൂല. എന്താണ്? എന്താണ്? വലിയ ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? എളുപ്പമാണ് ആ കാര്യം ചെയ്യാൻ. നമുക്ക് അക്ഷരം പഠിക്കാൻ എളുപ്പമാണ്. ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞ ആ കാര്യം ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? സ്വയം നന്നാവുക. അവരുടെയും ഇവരുടെയും കുറ്റങ്ങൾ നോക്കണ്ട. എന്താ ചെയ്യണ്ടേ? സ്വയം നന്നായാൽ മതി. ഇതാരാ പറഞ്ഞേ? ഈ കവിത ആരുടെയാ? ഈ കുഞ്ഞിക്കവിത ആരുടെയാ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണിത് അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. അക്ഷരവും പഠിക്കുക, അക്ഷരവും ഓർത്തിരിക്കുക. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയും ചില കുഞ്ഞു കവിതകളും കുഞ്ഞു നല്ല നല്ല മെസ്സേജുകളും മനസ്സിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പഠിക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത്, നമ്മുടെ ലൈഫിനും കൂടെ വേണ്ടി നമ്മൾ പഠിക്കണം അല്ലേ? നമ്മൾ പഠിക്കുന്നത് എന്തിനാ?
ലൈഫിൽ നല്ലവരാവാൻ വേണ്ടിയിട്ടാ അല്ലേ? നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ടാ അല്ലേ? അല്ലെങ്കിൽ നല്ലോണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം അക്ഷരങ്ങളുടെ ഒപ്പം നമുക്ക് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു നല്ല നല്ല കാര്യങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കെ, ശുഭദിനം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.